ഹലോ, നമസ്കാരം. ആശയം മുകിലുമാണേ. നമ്മളിപ്പോൾ ഹൈദരാബാദിലാണുള്ളത്. ഹൈദരാബാദിൽ എന്തിനാണ് പോയെന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വരും. പക്ഷെ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്, നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഒരു സാമ്രാജ്യത്തിന് മുമ്പിലാണ്. സാമ്രാജ്യം എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. മഹിഷ്മതി സാമ്രാജ്യം. ഇപ്പോൾ മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആ മഹിഷ്മതി സാമ്രാജ്യം കാണാൻ പോവുകയാണ്. ആ മനോഹരമായ കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും വരൂ നമുക്കൊപ്പം. നമുക്ക് ഒരുമിച്ച് പോയി ആ കാഴ്ചകൾ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ന കാര്യങ്ങൾ പറയാം. ബാഹുബലി പ്രസിദ്ധനായ SS രാജമൗലി സംവിധാനം ചെയ്ത് 2015 ജൂലൈ 10 തിയേറ്ററുകളിലെത്തിയ ഒരു ഇതിഹാസ സിനിമയാണ് ബാഹുബലി. ഈ സിനിമയ്ക്ക് 2 പാർട്ടാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ബാഹുബലി ദ ബിഗിനിങ്ങും മറ്റൊന്ന് ബാഹുബലി ദ കൺക്ലൂഷനും. ബാഹുബലി ദ കൺക്ലൂഷൻ എന്ന ഭാഗം 2017 ഏപ്രിൽ മാസം 28 പ്രദർശനത്തിനെത്തിയത്. തെലുങ്ക്, തമിഴ് എന്നീ ഭാഷകളിലായിട്ടാണ് ഈ ചിത്രം ചിത്രീകരിച്ചതെങ്കിലും മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിലാണ് ഈ സിനിമ മൊഴിമാറ്റി പ്രദർശിപ്പിച്ചത്. ഇനി കാര്യത്തിലേക്ക് വരട്ടെ. ഈ സിനിമയുടെ കഥ നടക്കുന്ന മഹിഷ്മതി സാമ്രാജ്യത്തിന് സെറ്റില്ലേ, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ആ ഒരു സാമ്രാജ്യം. ആ സെറ്റ് ഇപ്പോഴും കേടുപാടുകളൊന്നും കൂടാതെ തന്നെ ഒരിടത്ത് ഒരുപാട് സഞ്ചാരികളുടെ അല്ലെങ്കിൽ ഒരുപാട് സന്ദർശകരുടെ കണ്ണുകൾക്ക് അതിശയത്തിൻ്റെ ആനന്ദം ജ്വലിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നുണ്ട്. നമ്മളങ്ങനെ അവിടെ എത്തിയിരിക്കുക കേട്ടോ. ആദ്യമേ പറഞ്ഞല്ലോ ഹൈദരാബാദിലാണെന്ന്. ഇന്ത്യയിലെ തെലങ്കാന എന്ന സംസ്ഥാനത്താണ് ഈ ഹൈദരാബാദ്. ഈ ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റി എന്ന സ്ഥലത്താണ് ബാഹുബലിയുടെ സിനിമയ്ക്ക് സജ്ജമാക്കിയ ഈ കൂറ്റൻ സെറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാനമായും ബാഹുബലി സിനിമയിലെ ഒട്ടുമിക്ക രംഗങ്ങളും, അതായത് മഹിഷ്മതി സാമ്രാജ്യത്തിലെ കൊട്ടാരവും ബാഹുബലി എന്ന സിനിമയിലെ യുദ്ധരംഗങ്ങളും 100 അടി ഉയരമുള്ള ബല്ലാൽ ദേവന്റെ പ്രതിമയുമെല്ലാം ഇവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രതിവർഷം, അതായത് ഓരോ വർഷവും 15 ലക്ഷത്തോളം വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്ന ഇവിടെ 2000 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ സമുച്ചയമാണ് രാമോജി ഫിലിം സിറ്റി. അങ്ങനെ ആ രാമോജി ഫിലിം സിറ്റിയിലെ ബാഹുബലിയുടെ മാത്രം സെറ്റാണിത് കേട്ടോ. ആയിരത്തി 1996 തെലുങ്ക് മാധ്യമ ഉടമയും രാമോജി ഗ്രൂപ്പിന്റെ തലവനും ചലച്ചിത്ര നിർമ്മാതാവുമായ രാമോജി റാവുവാണ് ഈ ബൃഹത് സംരംഭം കെട്ടിപ്പടുത്തത്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന് ഒരുപാട് നന്ദി. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇപ്പോൾ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കാണുന്നത്. ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിൽ എത്തുന്ന ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ നിൽക്കുന്ന ബാഹുബലി സെറ്റ്. 100 ഏക്കറിലധികം സ്ഥലത്തായി 60 കോടി ബഡ്ജറ്റിലാണ് ഈ ഐതിഹാസികമായ സെറ്റ് നിർമ്മിച്ചിരിക്കുന്നത്.
ഒരു മലയാളി എന്ന നിലയിൽ നമുക്കേറെ സന്തോഷിക്കാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നോ, ഈ സെറ്റിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സാബു സിറിൽ എന്ന ഒരു മലയാളിയാണ് കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ റാമോജി ഫിലിം സിറ്റി ഇടം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു നഗരത്തിനുള്ളിലെ മറ്റൊരു നഗരമെന്ന വിശേഷണമുള്ള റാമോജി ഫിലിം സിറ്റി സന്ദർശകർക്ക് നൽകുന്നത് മനോഹരമായ കാഴ്ചകളുടെ അനുഭവം തന്നെയാണ്. അതിൽ ഞങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് ബാഹുബലി സെറ്റ് തന്നെയാണ്. ശരിക്കും ഞങ്ങൾ ബാഹുബലി സെറ്റിലേക്ക് കയറുമ്പോൾ ഒരു സിനിമയ്ക്കുള്ളിലേക്ക് കയറുന്നത് പോലെയായിരുന്നു കേട്ടോ. ആ സിനിമയിൽ നമ്മൾ കണ്ട ഒരിക്കലും മറക്കാത്ത പല സീനുകളുടെയും ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലത്തിലൂടെയൊക്കെ നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, നമ്മൾ ബാഹുബലി ആവുകയോ അല്ലെങ്കിൽ ബല്ലാൽ ദേവൻ ആവുകയോ ഒക്കെ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുപാട് സന്തോഷകരമായ കാഴ്ചകളെ കണ്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. ഉച്ച സമയം കഴിഞ്ഞെങ്കിൽ പോലും നല്ല വെയിലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചകൾ കണ്ടപ്പോൾ നമ്മൾ ഈ വെയിലൊക്കെ മറന്നുപോയി. പിന്നീട് നമ്മൾ എത്തുന്ന ഒരു ആൽമരച്ചോട്ടിലാണ്. കട്ടപ്പ ബാഹുബലിക്ക് ആഹാരം വാരി കൊടുക്കുന്ന അതേ ആൽമരച്ചോട്ടിൽ. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ ഇരുന്ന് തണൽ കൊണ്ടു, കാറ്റ് കൊണ്ടു. അതിനുശേഷം മറ്റ് കാഴ്ചകൾ, അതായത് ഈ സെറ്റിൽ തന്നെ ശിവലിംഗവും മറ്റുമൊക്കെ ഉള്ള നല്ല നല്ല കാഴ്ചകൾ ഇനിയും കാണേണ്ടതുണ്ട്. ദേ ഈ കാണുന്ന കൂട് കണ്ടോ? ഇത് കോഴിക്കോടൊന്നും അല്ല കേട്ടോ. മനസ്സിലായോ എന്താണെന്ന്? അതെ, ദേവസേനയെ ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ച് തടവിലാക്കിയിരുന്ന അതേ കൂടാ കേട്ടോ, ഇരുമ്പ് ചങ്ങലക്കൂട്. ദേ കണ്ടില്ലേ, കരമനയ്ക്കടുത്തുള്ള കൈമനത്തുള്ള ആശയെന്ന ദേവസേന കൂടി ആ കൂട്ടിനകത്തേക്ക് ഇറങ്ങുന്നത്.
ഹൈദരാബാദിലേക്ക് പോകുന്ന ഓരോ സഞ്ചാരിയും നിർബന്ധമായും പോകേണ്ട സ്ഥലമാണ് രാമോജി ഫിലിം സിറ്റി. രാമോജി ഫിലിം സിറ്റിയിൽ എന്തൊക്കെ കാണാനുണ്ടെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇനി വരും കേട്ടോ. പക്ഷേ ഫിലിം സിറ്റിക്കകത്ത് നിങ്ങൾ എന്ത് കണ്ടില്ലെങ്കിലും ഈ ബാഹുബലി സെറ്റ് നല്ല ആസ്വദിച്ച് കണ്ടോണം കേട്ടോ. പ്ലാസ്റ്റിക്കും പ്ലൈവുഡും കാർഡ്ബോർഡും അതുപോലെ തന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസൊക്കെ കൊണ്ട് നിർമ്മിച്ച ഓരോ നിർമ്മിതിയും കണ്ടാലേ നമുക്ക് തോന്നും പാറയാണെന്നോ സിമൻ്റ് ആണെന്നോ ഒന്നുമല്ല കേട്ടോ. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ മെറ്റീരിയൽസ് ആണ് കേട്ടോ, കണ്ടാൽ പറയത്തില്ല. അങ്ങനെ 2 മണിക്കൂറോളം കറങ്ങി തിരിഞ്ഞ് നടന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ 15 മിനിറ്റിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ അവസാന നിമിഷങ്ങളിൽ എത്തിയിരിക്കുകയാണ്. ബല്ലാൽ ദേവൻ്റെ ഈ പറഞ്ഞ 100 അടി ഉയരമുള്ള പ്രതിമയെ പീസാക്കി വെച്ചിരിക്കുന്ന കാഴ്ചകൾ കൂടി കണ്ടുകൊണ്ട് നമ്മൾ രാമോജി ഫിലിം സിറ്റിയിലെ ബാഹുബലി സെറ്റിനോട് വിട പറയുകയാണ്. കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ മറ്റു കാഴ്ചകളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ഹൈദരാബാദിൻ്റെ മറ്റു കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.